ഞാൻ എൻ്റെ അനിയ അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. അനിയൻ പറഞ്ഞത് 100% യോജിച്ചുകൊണ്ടാണ് പറയുന്നത്, എതിർത്തല്ല ഞാൻ പറയുന്നത്, അനുകൂലിക്കുകയാണ്. ഇതായത് 72-ലുണ്ടായ നിയമം അതവിടെ നിൽക്കുകയാണ്. പല നിയമങ്ങളും മോദിയുടെ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി. നിയമങ്ങൾ എണ്ണം കുറയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുക. ആ കുറയ്ക്കുന്ന കൂട്ടത്തിൽ പല നിയമങ്ങളും മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ എല്ലാ നിയമങ്ങളും കൂടെ ക്രോധീകരിച്ചുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കിയാൽ പോരെ. ഒരു 100 ചില്ലുവാൻ നിയമങ്ങളാണ്. ആ നിയമങ്ങളൊക്കെ മാറണം. അതിന് ശക്തമായ നമ്മുടെ അഭിനന്ദ പിതാവുമായിട്ട് സംസാരിച്ചു. പിതാവിൻ്റെ ഒരു നോട്ടൊക്കെ എനിക്ക് ഇതുണ്ടായി. ആ നോട്ട് ഉൾപ്പെടെ പ്രധാനമന്ത്രിക്ക് ഉടനെ എത്തിച്ചു കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് ജില്ലയിലെ ആദ്യത്തെ ഒരു ചർച്ച എന്ന നിലയിൽ ഇവിടുത്തെ ജനപ്രതിനിധികളെ കൂടെ ജനപ്രതിനിധികളെ ഉപേക്ഷിച്ചുകൊണ്ടൊന്നും കൂടാൻ കഴിയില്ല. അവരെ കൂടി ഉൾപ്പെടുത്തി പിതാവ് പങ്കെടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ കോൺഫറൻസ് എത്ര താമസിക്കാതെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ നടപ്പാക്കി ഒരു ചർച്ച നടത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ചർച്ചയോട് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കിയാലല്ലാതെ ഈ വയനാട്ടിലെ ജനങ്ങൾ രക്ഷപ്പെടില്ല. വളരെ ദയനീയമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞ 2015 വരെ 6 മാസം കൂടുമ്പോൾ ഒരു ദിവസം ഇവിടെ വന്നുകൊണ്ടിരുന്ന അന്ന് നിങ്ങളൊക്കെ പിള്ളേരെ ഓർക്കുന്നില്ലായിരിക്കും. ഇവിടെ എല്ലാ പഴയ പ്രസ് ക്ലബ് പ്രസിഡന്റൊക്കെ അറിയാമല്ലോ, അതേ ഇരിക്കുന്നു. പുള്ളി മിണ്ടാതിരിക്കുക, പുള്ളിക്കറിയാം ഞാൻ വന്നുകൊണ്ടിരുന്നതാണ്. എനിക്കിതെല്ലാം അറിയാം. ഭയങ്കരമായി നിങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയിട്ടുള്ള ആളാണ് നിയമസഭയ്ക്കകത്തും പുറത്തും വഴക്കുണ്ടാക്കിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്. അതിന് കാര്യം എന്താ? കേട്ടോ അനിയൻ്റെ പറയുന്നത്, സംസ്ഥാന സർക്കാർ കൊടുത്ത റിപ്പോർട്ട് വായിക്കണം. എന്താണ് ചെയ്യേണ്ടത്? എന്താണ് വനവും വനമൃഗങ്ങളും അവിടെ, ജനവും പട്ടയഭൂമിയും ഇവിടെ. ആ നിലയിൽ ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം രാഷ്ട്രീയം എടുത്ത് മാറ്റി പറയട്ടെ. ഒന്ന് പറയാൻ അനുവദിക്കും. നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക, പറയാൻ അനുവദിക്കാതെ എന്താ മര്യാദയാണ്? ഒന്ന് പറയട്ടെ സഹോദര, ഒന്ന് കേട്ടിട്ട് വഴക്കുണ്ടാക്കും. അതായത് വനത്തിന് ഒരു നിശ്ചിത പരിധി വെച്ചുകൊണ്ട് അതിനപ്പുറത്ത് മൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയ മൃഗങ്ങളെ വെടിവെക്കാൻ നിയമം ഉണ്ടാക്കും. എൻ്റെ അഭിപ്രായം അതാണ്. അതുപോലെ തന്നെ മനുഷ്യനും വനത്തിക്കാരൻ്റെ കാര്യമില്ല. അത് സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ വലിയ സിമെൻ്റ് ഇട്ട് ഭിത്തി കെട്ടുന്ന കാര്യത്തിനാണ് പ്രപ്പോസൽ കൊണ്ട് നിൽക്കുന്നത്. ആ പ്രപ്പോസൽ ഇല്ലാതെ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ എരുമേലി കോരത്തോട് മേഖലയിലെ വനം ആന മാത്രമല്ല പാമ്പ് വരെ കയറുകളാത്ത നിലയിൽ സൗരോർജ്ജ വേലി വെച്ചതാണ്. ആ സൗരോർജ്ജ വേലി വരുമ്പോൾ പാമ്പ് വന്ന തലമുക്കുക, അന്നേരം ചാവുകയായിരുന്നു. ഒരു മൃഗം ഇങ്ങോട്ട് കയറില്ല, ആന തെറിച്ച് പോവുകയായിരുന്നു. ഒരു ശല്യമില്ലായിരുന്നു. അത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. ജനങ്ങൾ നോക്കിയില്ല. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ അടുത്ത് നടത്തി വന്നപ്പം 1 കിലോമീറ്ററിൽ വേലിയില്ല. എന്ത് ചെയ്യും നമ്മുടെ ആളുകളുടെ സ്വഭാവം? എന്ത് മറുപടി പറയാനാണ്? അതുകൊണ്ട് പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ഭിത്തി കെട്ടുക തന്നെയാണ്. അങ്ങനെ ഭിത്തി കെട്ടുക എന്ന് പറഞ്ഞാൽ 630 കിലോമീറ്റർ മറ്റൊന്നാണ് കേട്ടത്. എനിക്കതിന് കറക്റ്റ് അറിയില്ല. അത്രയും ഭിത്തി കെട്ടണമെങ്കിൽ സർക്കാർ ഇപ്പം തന്നെ 4,50,000 കോടി രൂപ കടവാക്കി പിണറായി വിജയൻ നാട് നശിപ്പിച്ച് വെച്ചിരിക്കുക. നിങ്ങളും ഞാനും ഒക്കെ 1,28,000 രൂപ കടക്കാരനാണെന്ന് ഓർത്തോണം. അപ്പോഴാണ് ഇനി ഭിത്തി കെട്ടാൻ കാശ് ആര് തരും? ഭിത്തി കെട്ടാൻ കാശുണ്ടേ. അതുകൊണ്ട് അത് പരിശോധിക്കപ്പെടേണ്ട പ്രശ്നമാണ്. എന്താണ് എന്നൊരു സൊല്യൂഷൻ ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞാൽ അത് ശരിയായില്ലെങ്കിലോ ഞാൻ പഠിക്കണം. അതാണ് എനിക്ക് സംഭവം. എൻ്റെ അഭിപ്രായം അത് തന്നെ. പറയട്ടെ, ആദിവാസി അല്ലാതെ വേറെ ഒരുത്തിന് അതിനകത്ത് കാരണം കാര്യം എന്നാ? അല്ല, അവർ മരിക്കാതൊക്കെ അവർ രക്ഷപ്പെട്ടു. നമ്മൾ വിഷമിക്കണ്ട. ആദിവാസിക്ക് ഒരു കഴിവുണ്ട്. ഞാനിപ്പോൾ ഈ വയനാട്ടിൽ അങ്ങ് അറ്റത്ത് ആദിവാസി മേഖല പോയിച്ചു വരിക. അവിടെ നിന്നുള്ള തേനും ഒക്കെ ഞാൻ മേടിച്ചുകൊണ്ടാണ് വരുന്നത്. പഠിക്കാതിരിപ്പുണ്ട്, മനസ്സിലായില്ലേ? അവരാ കാര്യം നോക്കിക്കോളും. ആദിവാസികൾ അങ്ങനെ വളരെ റെയറായിട്ട് എങ്ങനെ അപകടം ഉണ്ടാകാറുണ്ട്. അവർ നോക്കിക്കോളും. അവർക്ക് അതിന് കഴിവുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. ഉണ്ടായിട്ട് അങ്ങനെ എക്സെപ്ഷൻ കേസ് ഉണ്ടാവാറുണ്ടെന്നില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പൊതുവായി ഒരു മാനദണ്ഡം എടുക്കുമ്പോൾ വനത്തിനകത്ത് ആദിവാസികൾ കയറിയാൻ പറ്റുന്ന വേറുള്ളവർ കണ്ട കാര്യം എന്താ? എനിക്കെന്നാ വനത്തിനകത്ത് കണ്ട കാര്യം? അതിൻ്റെ ആവശ്യം എന്താ? അപ്പം ഞാൻ എൻ്റെ നാട്ടിൽ ജീവിച്ചോളും. വനവാസികൾ വനത്തിൽ കയറിക്കോളും, അവർ നോക്കിക്കോളും. ആ നിലയിൽ പോകണം. അതേ പറ്റുള്ളൂ. വേറെ എന്നെ ഉണ്ടോ? ഞാൻ ഒത്തിരി നാൾ കൂടി വരിക നിങ്ങളൊന്ന് കാണാൻ. ഒത്തിരി നാളായി കേട്ടോ.